സ്വപ്നം കാണണമെങ്കിൽ ലോകത്ത് ഒരുപാട് വണ്ടികളുണ്ട്. പ്രത്യേകിച്ച് ഇറ്റാലിയൻ വണ്ടികൾ, നമ്മളെ കൊതിപ്പിക്കുന്ന വണ്ടികളുണ്ട്. ലംബോർഗിനി ഉണ്ട്, മസറാട്ടി ഉണ്ട്, എത്ര വണ്ടികൾ, ഫെറാറി. ഇതൊക്കെ സ്വപ്നം കാണാമെന്നല്ലാതെ ഇന്ത്യയിൽ അതൊന്നും, ആ സ്വപ്നങ്ങൾക്കൊക്കെ ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്. കാരണം എത്ര ഇരട്ടിയാണ് നമ്മുടെ ടാക്സ്. പലപ്പോഴും നമ്മൾ ഗൾഫിൽ പോകുമ്പോഴും മറ്റ് കൺട്രികളിലൊക്കെ പോകുമ്പോൾ നമ്മൾ അവിടുത്തെ വണ്ടിയുടെ വില കാണുമ്പോൾ അത്ഭുതപ്പെടും. ഏത് സാധാരണക്കാരനും വാങ്ങിക്കാവുന്ന വിലയിലാണ് പല വണ്ടികളും. അതൊന്നും ഇവിടെ സ്വപ്നം കാണാൻ പോലും പറ്റില്ല, ചിന്തിക്കാൻ പറ്റില്ല. എനിക്കിവിടെ നിന്നിട്ട് സ്വപ്നം കാണണമെങ്കിൽ ഈ പറയുന്ന ലാൻഡ് റോവറോ ഏത് വേണമെങ്കിലും സ്വപ്നം കാണാം. പക്ഷേ ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചോളം അതൊന്നും, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് ലക്ഷറിയാണ്. ലക്ഷറിയാണെന്ന് പറഞ്ഞ് നമ്മൾ ഓരോ പല ഐറ്റത്തിനും ഈ പറയുന്ന 200%, 300% ടാക്സ് വെക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇത് അനുഭവിക്കാനുള്ള ഒരുത്തൻ്റെ സ്വാതന്ത്ര്യം തന്നെ ഇവിടെ തടയുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും ഒരു സാധാരണക്കാരനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരാൾക്കോ നീ ഒരു മാരുതി 800 അല്ലെങ്കിൽ എന്താ ഈ പറയുന്ന ഒരു ചെറിയ വണ്ടി വാങ്ങിച്ചാൽ മതി. അടുത്ത ലക്ഷറിയാണ്. അപ്പോൾ ലക്ഷറി കുറച്ച് ആൾക്കാർക്ക് ഈ ടാക്സ് ഇതിൽ കൊണ്ടുപോയിട്ട് എന്താ സെഡാനിലോ അല്ലെ ഇതിൽ കൊണ്ട് അപ്ലൈ ചെയ്യുമ്പോൾ അത് വാങ്ങിക്കുന്ന ചെറിയ പെർസെൻറ്റേജിൽ നിന്ന് കിട്ടുന്ന, ഇപ്പോൾ ഗവൺമെൻറ് റവന്യൂ ആയിട്ട് കണക്റ്റഡ് ആണെങ്കിൽ ആ റവന്യൂ, അതായത് 100 ആളുകൾ വാങ്ങിക്കുമ്പോൾ ലക്ഷറീസ് വണ്ടി വാങ്ങിക്കുന്നത് 10% ആയിരിക്കും, അല്ലെങ്കിൽ 5% മുകളിലേക്കാണ് 300% വരുന്നത്. ഇപ്പം എവിടെയാണ് ഈ റവന്യൂ ക്രിയേറ്റഡ് ആവുന്നത്? ഒരു കാര്യം മാത്രമേ സംഭവിക്കുകയുള്ളൂ, ഒരു സാധാരണ ഒരുത്തൻ ഒരിക്കലും ആ സെഗ്മെന്റിലേക്ക് വരില്ല. അപ്പോൾ അത് അനുഭവിക്കാനുള്ള അവൻ്റെ ഫ്രീഡം അവിടെ കൊണ്ട് തീർന്നു. ഇതെന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇതൊക്കെയാണ് ഇവിടുത്തെ യാഥാർത്ഥ്യമെങ്കിലും എന്നെങ്കിലും ഒരു വണ്ടി വാങ്ങിക്കുകയാണെങ്കിൽ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉള്ള ഒരു ഇഷ്ടം ഈ BMW ഒരു ചെറിയ വണ്ടിയില്ലേ, മിനി കൂപ്പർ, അതൊരെണ്ണം വാങ്ങിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ഇവിടെ പണ്ടൊരു KLM രജിസ്ട്രേഷൻ അംബാസഡർ ഉണ്ടായിരുന്നു. എന്നൊക്കെ അതുമായിട്ട് വെളിയിൽ ഇറങ്ങിയിട്ടുണ്ടോ അന്നൊക്കെ പണി കിട്ടുന്ന വണ്ടിയായിരുന്നു. ഈ അംബാസഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, പാച്ച് വർക്ക്, എൻജിൻ പണി, ഇങ്ങനെ മനുഷ്യനെ കൊണ്ട് ഇച്ഛാവരപ്പിക്കുന്ന അത്രയും, അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നല്ലോ. ഈ പറയുന്ന മാരുതിയൊക്കെ ഇന്ത്യയിലേക്ക് വരുന്നതിന് മുൻപുള്ള കാലം. അന്നാണ് ഞാൻ ആദ്യം ഡ്രൈവിംഗ് പഠിക്കുന്നതും. അതെല്ലാം ഈ KLM വണ്ടിയിലായിരുന്നു. പക്ഷേ അത് എനിക്ക് ആദ്യത്തെ ഒരു കാലത്ത് ഒരു ചെറിയ ആക്സിഡൻ്റ് ഉണ്ടാക്കി തന്നു. പിന്നെ കുറച്ച് കാലം ഞാൻ വണ്ടികളൊന്നും ഉപയോഗിച്ചിട്ടില്ല, ഒരു ചെറിയ ഫോബിയോ വന്നിട്ട്. പിന്നീട് ഞാൻ വണ്ടി വാങ്ങിക്കുന്നത് സെന്നായിരുന്നു. ആദ്യമായിട്ട് വാങ്ങിക്കുന്നത് സെന്നാണ്. അത് കുറച്ച് നാൾ ഉപയോഗിച്ചു, ഭയങ്കര ഇഷ്ടപ്പെട്ട് കുറേ കാലം ഉപയോഗിച്ചിട്ടുള്ള വണ്ടിയാണ്. അത് കഴിഞ്ഞ് പല വണ്ടികളും മാറി ഇപ്പോൾ ഈ 2 വണ്ടികളുണ്ട്. ലോങ് ഡിസ്റ്റൻസ് പോകാൻ വേണ്ടി വരുന്നവരും ഇവിടെ ടൗണിലൊക്കെ കറങ്ങാനായിട്ട് അല്ലെങ്കിൽ ചെറിയ പർച്ചേസിനൊക്കെ പോകാനായിട്ട് സ്വിഫ്റ്റ്. സ്വിഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ കാലം ഉപയോഗിച്ചൊരു വണ്ടിയാണ് സ്വിഫ്റ്റ്. സ്വിഫ്റ്റിൻ്റെ ഒരു എന്താ പറയുക, പലപ്പോഴും മഴയുള്ള ദിവസങ്ങൾ പാട്ട് വിട്ട് വെറുതെ ഡ്രൈവ് ചെയ്യുകയും ഒക്കെ ചെയ്ത ഒരു വലിയ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഞാൻ തനിച്ച് ഡ്രൈവ് ചെയ്യാനും തനിച്ചിരിക്കാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഇപ്പോഴും വണ്ടിയാണ് സ്വിഫ്റ്റ്. കാരണം അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്വിഫ്റ്റിൻ്റെ അകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു കുക്കൂണിൻ്റെ അകത്തിരിക്കുന്ന പോലെ നമ്മൾ മാത്രമേ ഉള്ളൂ, നമ്മളൊരു വേൾഡ് ക്രിയേറ്റഡ് ആവും. ബാക്കി ഈ വണ്ടി ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വലിയ വണ്ടിയാണ്, കുറേ കൂടെ
ഹെവി വണ്ടിയാണ്. പക്ഷേ സ്വിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് കുറേയും കൂടി കംഫർട്ട് തന്നിരുന്നു. എൻ്റെ ഒരു മാനസികതായിരിക്കാം. പലപ്പോഴും മഴയുള്ള പല രാത്രികളിലും എനിക്കിഷ്ടപ്പെട്ട പാട്ടുമായിട്ട് ഞാൻ ഈ കുറച്ച് ദൂരേക്കിട്ട് ഡ്രൈവ് ചെയ്ത് ഈ മഴയെല്ലാം ആസ്വദിച്ച് ഡ്രൈവിങ് ചെയ്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അന്ന് എൻ്റെ കൂടെയുള്ള വണ്ടിയായിരുന്നു ഈ സ്വിഫ്റ്റ്. പിന്നീട് ലോങ് ഡിസ്റ്റൻസ് ഡ്രൈവിംഗ് വന്നു കഴിഞ്ഞപ്പോഴാണ് കുറച്ചും കൂടി സേഫായിട്ടുള്ള വണ്ടി വേണം എന്നുള്ളതിൽ വോക്സ് വാഗണിലേക്ക് വന്നത്. ഇപ്പോഴും ലോങ് ഡിസ്റ്റൻസ് പോകുമ്പോൾ ഞാൻ പ്രിഫർ ചെയ്യുന്നത് വോക്സ് വാഗണാണ്.